ഇനി LDFിന്റെ പ്രകടന പത്രികയിലെ വിശദാംശങ്ങളിലേക്ക് പോകാം. രാഹുൽ KV ചേരുന്നുണ്ട്. രാഹുൽ, LDFിനെ സംബന്ധിച്ച് 10 വർഷത്തെ ഭരണം, ആ ഭരണ തുടർച്ച ലക്ഷ്യമിട്ടുകൊണ്ട് ഇതുവരെയുള്ള നടപ്പാക്കിയ പദ്ധതികൾക്ക് അപ്പുറത്തേക്ക് എന്തൊക്കെ പുതുമയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട് രാഹുൽ? പ്രതീക്ഷ UDFിന്റെ പ്രകടന പത്രിക പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രമാണെന്നാണ് LDFിന്റെ ആദ്യ പ്രതികരണം. LDF കൺവീനറുടെ പ്രതികരണം തന്നെ നമുക്ക് ഈ പത്രിക അവതരണത്തിന് ശേഷം ലഭ്യമായതാണ്. അതായത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് തുടർഭരണമാണ് എന്നതുകൊണ്ട് ജനങ്ങൾക്കൊപ്പം കൂടുതലായി നിൽക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നതെന്ന് പ്രകടന പത്രികയിൽ വ്യക്തമാക്കുന്നുണ്ട്. അത് അവതരിപ്പിച്ച സമയത്ത് മുഖ്യമന്ത്രിയും മറ്റ് LDF നേതാക്കളും ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട കാര്യം UDF ഈ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞതുപോലെ സമാനമായി 3000 രൂപയായി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് തന്നെയാണ് LDFിൻ്റെയും പ്രകടന പത്രികയിൽ പറയുന്നത്. സർവ്വമേഖലയെയും പ്രതിപാദിച്ചുകൊണ്ടുള്ള ഒരു സമഗ്ര വികസനം, അതുപോലെ ക്ഷേമ പെൻഷൻ തുടരുക എന്ന ലക്ഷ്യത്തോടു കൂടി അവതരിപ്പിക്കുന്ന പ്രകടന പത്രിക എന്നാണ് വളരെ ചുരുക്കി LDF ഈ പ്രകടന പത്രികയെ കുറിച്ച് പറയുന്നതും. അതിൽ ക്ഷേമ പെൻഷനുണ്ട്, ആരോഗ്യ മേഖലയുണ്ട്, സ്ത്രീ ശാക്തീകരണം, കാർഷിക രംഗം, വന്യമൃഗ ശല്യ പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ, ജലഗതാഗതം വ്യാപിപ്പിക്കുക. ഒപ്പം തന്നെ അഭിമാന പദ്ധതിയായി പറയുന്നൊരു കാര്യം ലൈഫ് മിഷൻ നിലവിൽ പൂർത്തിയാകുന്ന സമയത്ത് ലൈഫ് മിഷൻ 2.0 എന്ന പേരിൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നതാണ്. സംസ്ഥാനത്ത് സ്വന്തമായി പാർപ്പിടമില്ലാത്ത ഒരാൾ പോലും ഉണ്ടാകില്ല എന്നാണ് LDFിൻ്റെ പ്രകടന പത്രികയിൽ പറയുന്നത്. ലൈഫ് മിഷൻ 2.0 കൂടി രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ പാർപ്പിട സംസ്ഥാനമായി കേരളത്തെ മാറ്റും 5 വർഷം കൊണ്ട് എന്നാണ് LDF പ്രകടന പത്രികയിൽ പറയുന്നത്. ഒപ്പം തന്നെ സ്ത്രീ ശാക്തീകരണത്തിന് നിരവധിയായ പദ്ധതികളാണ് LDF പറയുകയും ചെയ്യുന്നത്. സ്ത്രീകളിൽ 50% പേർക്ക് ജോലി നൽകുമെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേരളത്തിൽ പഠിച്ചാൽ കേരളത്തിൽ ജോലി കിട്ടുന്നില്ല, സംസ്ഥാനം വിട്ട് പുറത്തു പോകേണ്ടി വരുന്നു എന്ന വിമർശനം ഇതിനകം തന്നെ ഉയർന്നു വന്നതാണ്. അപ്പോൾ കേരളത്തിൽ പഠിച്ചാൽ കേരളത്തിൽ ജോലി ഉറപ്പു എന്നൊരു വാഗ്ദാനം LDF ഈ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട UDF നേരത്തെ ഉമ്മൻചാണ്ടി ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന രീതിയിലൊക്കെ ഇന്ദിരാ ഗ്യാരണ്ടിയിലടക്കം പരാമർശിച്ചു പോയതാണ്. അപ്പോൾ അർഹരായവർക്ക് സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ എന്നൊരു പദ്ധതി LDF പ്രകടന പത്രികയിൽ കൊണ്ടുവരുന്നുണ്ട്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട് തന്നെ വീണ്ടും സർക്കാർ ഓഫീസുകളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്തു പോകുന്ന സ്ത്രീകൾക്ക് ആർത്തവ അവധി നൽകുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഇതിൻ്റെ ഭാഗമായുണ്ട്. ഒപ്പം തന്നെയാണ് ശബരിമല മാസ്റ്റർ പ്ലാൻ നിരവധി തവണ ചർച്ച ചെയ്തതാണ്, പക്ഷേ അതിൻ്റെ ഘട്ടം മുന്നോട്ട് നീങ്ങിയില്ല എന്നതാണ്. LDF അധികാരത്തിൽ വരികയാണെങ്കിൽ 5 വർഷം കൊണ്ട് ശബരിമല മാസ്റ്റർ പ്ലാൻ പൂർത്തിയാക്കും എന്നുകൂടിയാണ് LDFിൻ്റെ പ്രകടന പത്രികയിൽ പറയുന്നത്. ഒപ്പം രാഹുൽ KV ആണ് വിവരങ്ങൾ LDFിൻ്റെ പ്രകടന പത്രിക സംബന്ധിച്ച് നൽകിയത്. അപ്പോൾ ഇതൊക്കെ നടന്നു കഴിഞ്ഞാൽ മലയാളിക്ക് മിന്നിക്കാം. ആ രീതിയിലുള്ള വാഗ്ദാന പെരുമഴയാണ്, തേൻതൂകിയ വാക്കുകൾ ചേർത്ത പ്രഖ്യാപനങ്ങളൊക്കെയാണ് ഈ പ്രകടന പത്രികയിൽ. 2 പക്ഷത്ത് നിന്ന് നേരത്തെ ND അവതരിപ്പിച്ച പ്രകടന പത്രികയൊക്കെ നോക്കുമ്പോൾ വോട്ടർമാരെ കയ്യിലെടുക്കാനുള്ള വിധി തന്നെയാണ് പ്രകടമാകുന്നത്.